കോഴിക്കോട് നാദാപുരം പാറക്കടവ് തെരുവുനായ ആക്രമണം 2ാം ക്ലാസ് വിദ്യാർത്ഥിനി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങളിലേക്ക്. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, ഗുഡ് ഈവനിങ്. വളരെ പേടിപ്പിക്കുന്ന കാഴ്ചയാണ്. ചെറിയ കുട്ടിയാണ്, അത് വല്ലാതെ പേടിച്ചരണ്ടാണ് കരയുന്നത്. ഒപ്പം തന്നെ ആ 2 മുതിർന്നവർ അവരുടെ ജീവൻ പണയം വെച്ച് കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. എന്തായാലും ഈ ഒരു സംഭവത്തിൽ കുട്ടി രക്ഷപ്പെട്ടു എന്നത് ആശ്വാസമാണ്. പക്ഷേ തെരുവുനായ ശല്യം അതിപ്പോഴും ഒരു നീർന്ന പ്രശ്നമായി കണ്ടിന്യൂ ചെയ്യുന്നു, അല്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, ഈ CCTV ദൃശ്യങ്ങൾ നോക്കുക, വളരെ പേടിപ്പെടുത്തുന്നതാണത്. ആ കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം, പക്ഷെ അപ്പോഴും ആ കുട്ടിക്കുണ്ടായ മാനസികാഘാതം അത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. നമുക്ക് കാണാം, ആ തെരുവുനായെ ഓടിച്ചു വിട്ടതിന് ശേഷവും ആ കുട്ടി അവിടെ നിന്ന് കരയുകയാണ്. നേരത്തെ അവിടത്തേക്ക് ഓടിയെത്തിയ ഒരു സ്ത്രീ, ആ സ്ത്രീ ഈ തെരുവുനായെ ഓടിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടി കടിയേൽക്കാതെ രക്ഷപ്പെടുന്നത്. 2 പേരാണ് ഇവരുണ്ടായിരുന്നത്. 2 പേരും 2ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. അവർ മദ്രസ കഴിഞ്ഞ് രാവിലെ ഏതാണ്ട് 9 മണി സമയത്ത് തിരികെ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് തെരുവുനായ ഇവരെ ഓടിക്കുന്നത്. അതിലൊരു കുട്ടി മറ്റൊരു വശത്തേക്ക് തിരിഞ്ഞ് ഓടിപ്പോയിട്ടുണ്ട്. നമുക്ക് ആ കുട്ടിയെ CCTV ദൃശ്യങ്ങളിൽ കാണില്ല. പക്ഷേ നമ്മൾ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന കുട്ടിയുടെ പുറകെ തെരുവുനായ പാഞ്ഞെടുക്കുകയാണ്. ആ കുട്ടി ജീവൻ രക്ഷാർത്ഥം ഓടുന്നുണ്ട്. അതിനിടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീ അവിടേക്ക് എത്തുകയും ആ സ്ത്രീ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനത്തിൽ, സ്കൂൾ ബസ്സിൽ തൻ്റെ കുട്ടിയെ കയറ്റി വിട്ടതിന് ശേഷം തിരികെ പോകാൻ വേണ്ടി നിന്ന സ്ത്രീയാണ്. അവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതിനാൽ മാത്രം ഈ ചെറിയ കുട്ടിക്ക്, ഈ 2ാം ക്ലാസ്സുകാരിക്ക് പരിക്ക് പറ്റാതെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഏതായാലും ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ തെരുവുനായ ശല്യം വളരെയധികം രൂക്ഷമായ ഒരു മേഖല തന്നെയാണത്. പാറക്കടവ് എന്ന് പറയുന്ന മേഖല പലപ്പോഴും പലർക്കും കടിയേൽക്കുന്ന സാഹചര്യം വരെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വളരെ വലിയൊരു അപകടത്തിൽ നിന്ന്, ഒരാക്രമണത്തിൽ നിന്ന് തന്നെയാണ് ആ കുട്ടി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ക്രിസ്റ്റീന, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ആ ദൃശ്യങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്, അല്ലേ? ആ ട്രാവലർ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് കണ്ട ഉടനെ അത് അവിടെ നിർത്തിയിട്ട് ചാടി ഇറങ്ങി ഓടി വരാം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അത് കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് തന്നെ തോന്നുക നമുക്ക്, അല്ലേ? അത്രയും ഇങ്ങനെ പ്രാണൻ ഇതായിട്ടാണ് അവർ ഓടിച്ചു വിടുന്നത്. അതിനെ കുഞ്ഞ് വല്ലാതെ ഭയന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ആ ട്രാവലർ ഇടിക്കുകയും ചെയ്യാമായിരുന്നു, എന്തും സംഭവിക്കാതെ. അതെ അതെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ. ഭാഗ്യത്തിന് ആ കുഞ്ഞിന് കടി കൊണ്ടില്ല, പക്ഷെ അത് എത്ര ദിവസം ഇനി അത് പേടിച്ച് പാവും. അപ്പം അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം. തെരുവുനായ്ക്കളെ ഉപദ്രവിക്കാനല്ല പറയുന്നത്, അവർക്ക് ഏതെങ്കിലും ഒരു ഇടമുണ്ടാക്കണം. കൃത്യമായിട്ട് സമാധാനമായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ നടന്നു പോകേണ്ടതല്ലേ. അധികൃതരുടെ മുന്നിലേക്കാണ് ഇത്തരം റിപ്പോർട്ടുകൾ നമ്മൾ എപ്പോഴും വയ്ക്കുന്നത്.